ബന്ധപ്പെട്ടൊരു വാർത്ത വരുന്നു. ഘാനയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ 2 മന്ത്രിമാർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട 6 പേരിൽ ഒരാൾ പ്രതിരോധ മന്ത്രിയാണ്. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അൻസു എൽസ സന്തോഷാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ വിവരങ്ങളുമായി ചേരുന്നത്. അൻസു, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? 6 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. ഘാനയിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണല്ലോ വരുന്നത്. തീർച്ചയായും വിനീത, അവിടുത്തെ സമയം 9:15 ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചിട്ടായിട്ട് 8 മണിക്കൂറോളം പിന്നിടുന്നു. 2 മന്ത്രിമാരാണ്, അതായത് ഡിഫൻസ് മിനിസ്റ്റർ പ്രതിരോധ മന്ത്രി എഡ്വാർഡ് ഒമാനെ ബോവാമയും ഒപ്പം ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രിയായ ഇബ്രാഹിം മുർത്തല മുഹമ്മദുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മറ്റ് 6 പേർ കൂടി, ഇത്തരത്തിൽ നയതന്ത്ര പ്രതിനിധികൾ അടക്കമുള്ള 6 പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹെലികോപ്റ്റർ അപകടമാണ് ഉണ്ടായിരിക്കുന്നതിൻ്റെ കാരണം ഇതുവരെയും പുറത്ത് വന്നിട്ടുമില്ല. മിലിറ്ററി ഹെലികോപ്റ്ററാണ് ഇത്തരത്തിൽ തകർന്നു വീഴുകയുണ്ടായത്. അശാന്തി മേഖലയിലാണ് ഇത്തരത്തിൽ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് സർക്കാരിൻ്റെ തന്നെ പ്രതിനിധികൾ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ 2 മന്ത്രിമാരും അപ്പോൾ തന്നെ തൽക്ഷണം കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനെ ഒരു ദേശീയ ദുരന്തം എന്ന തരത്തിൽ തന്നെ അവിടുത്തെ പ്രതിനിധികൾ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം Z9 എന്ന ഹെലികോപ്റ്ററാണ്. അതിൽ 3 ക്രൂ ഉണ്ടായിരുന്നു. ക്രൂ അംഗങ്ങളായി 3 പേരും 5 യാത്രക്കാരും ആണ് ഉണ്ടായിരുന്നത്. ഇത് റഡാറിൽ നിന്ന് വിട്ടുപോയിരുന്നു. യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഈ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെടാനൊന്നും സാധിച്ചിരുന്നില്ല. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ തകർന്നു വീണ ഹെലികോപ്റ്റർ അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങളും മറ്റും പ്രചരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇതുവരെയും ഇതിൻ്റെ കാരണം എന്താണ്, ഈ ക്രാഷിൻ്റെ പിന്നിൽ ഇത്തരത്തിൽ തകർന്നു വീഴാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് ഇതുവരെയും അതോറിറ്റികൾ പുറത്ത് വിട്ടിട്ടുമില്ല. അവിടെ രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പതാക അടക്കം താഴ്ത്തിക്കെട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ 2 മന്ത്രിമാർ, 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പ്രതിരോധ മന്ത്രി അടക്കം ഇത്തരത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വലിയ ദുഃഖകരമായ സാഹചര്യമാണ് എന്നാണ് അവിടുന്ന് പ്രസിഡന്റ് ജോൺ ഡ്രമാനി മഹാമയും സർക്കാരും വ്യക്തമാക്കുന്നത്. വിനീത, ശരി, ഏതായാലും ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ്. മന്ത്രിമാർ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപകട കാരണം വ്യക്തമല്ല. അൻസു എൽസ സന്തോഷ് വിവരങ്ങൾ നൽകിയായിരുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന്.